നമസ്കാരം. VVC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷിക മേളയോടനുബന്ധിച്ച് കാലി പ്രദർശനവും മത്സരവും നടത്തി. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ PJ ജോസഫ് MLAയും ബ്രാഹ്മിൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥും സമ്മാന വിതരണം നിർവഹിച്ചു. തൊടുപുഴ ലയൺസ് ക്ലബ് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് നഗരത്തിലെ ഓട്ടോറിക്ഷകളിൽ സൗജന്യമായി സാനിറ്റൈസർ ഡിസ്പെൻസറുകൾ ഘടിപ്പിച്ചു നൽകി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യമലയാരയ മഹാസഭ പട്ടയാവകാശ പട്ടിണി സമരം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടർമാരോട് ക്ഷമാപണം നടത്തി തൊടുപുഴ നഗരസഭയിലെ 9ാം വാർഡ് UDF പ്രവർത്തകർ ലഘുലേഖയുമായി ഭവന സന്ദർശനം നടത്തി. കൗൺസിലർ ജെസി ജോണിയുടെ കൂറുമാറ്റത്തിനെതിരെയാണ് ഇവർ പ്രചാരണം നടത്തിയത്. കരുവണ്ണൂരിലും ഉടുമ്പന്നൂരിലും വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മന്ത്രി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷിക മേളയോടനുബന്ധിച്ച് കാലി പ്രദർശനവും മത്സരവും നടത്തി. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ PJ ജോസഫ് MLAയും ബ്രാഹ്മിൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥും സമ്മാന വിതരണം നിർവഹിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷിക മേളയോടനുബന്ധിച്ച് കാലി പ്രദർശനവും മത്സരവും നടത്തി. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ PJ ജോസഫ് MLAയും ബ്രാഹ്മിൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥും സമ്മാന വിതരണം നിർവഹിച്ചു. അത് അഡീഷണൽ ആയിട്ട് പ്രോത്സാഹന സമ്മാനമായിട്ട് 20,000 രൂപയാണ് 3ാം സമ്മാനമായിട്ട് നൽകുന്നത്. കുര്യനാടിന്റെ കോട്ടയത്തുള്ള വിഷ്ണു നാരായണ താവണി കാൺഗ്രേജിനും ഇന്ത്യൻ ഇനം പശുക്കൾക്ക്, അതായത് ഗീർ, സഹിവാൾ, താർപ്പാർക്ക്, സിന്ധി, പിന്നെ ഇത്രയും ഇനങ്ങൾ, അതിൽ ഫസ്റ്റ് പ്രൈസ് 1,00,000 രൂപയാണ്. സെക്കൻഡ് പ്രൈസ് 50,000. അതുപോലെ തന്നെ പിന്നെ ജേഴ്സി ഫസ്റ്റ് 20,000, സെക്കൻഡ് 10,000. പിന്നെ ഹോൾസ്റ്റെയിൻ ഫ്രീഷ് അത് 20-10. പിന്നെ സുനന്ദിനി 20-10. എരുമയ്ക്കുള്ള പ്രൈസും 1ാം സമ്മാനം 20,000, 2ാം സമ്മാനം 10,000. ഈ നിലയിൽ ധാരാളം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അനിമൽസ് വന്നിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KM ദിലീപ്, സെന്റർ ഫോർ ബയോ റിസോഴ്സസ് ഡയറക്ടർ ഡോക്ടർ അനി S ദാസ്, KLD ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ജോർജ്, സലിം കുമാർ എന്നിവർ പങ്കെടുത്തു. നാടൻ പശുക്കളിൽ 1ാം സ്ഥാനം നേടിയ പശുവിന് 1,00,000 രൂപയുടെയും 2ാം സ്ഥാനം നേടിയ പശുവിന് 50,000 രൂപയുടെയും അവാർഡും നൽകി. ജേഴ്സി, HF, സുനന്ദിനി പശുക്കളിൽ ഓരോ ഇനത്തിലും 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് 20,000 രൂപയുടെയും 10,000 രൂപയുടെയും അവാർഡുകളും സമ്മാനിച്ചു. എരുമ, കിടാരി, ആട് വിഭാഗങ്ങളിലും മത്സരം നടത്തി.
തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 4.48 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പി ജെ ജോസഫ് MLA അറിയിച്ചു. ടെൻഡർ നടപടി പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കും. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി 4.48 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി പി ജെ ജോസഫ് MLA അറിയിച്ചു. ടെൻഡർ നടപടി പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കും. കലയന്താനി പറമ്പുകാട്ടുമല റോഡ് 35 ലക്ഷം, പന്നിമറ്റം പൂമാല മേത്തൊട്ടി റോഡ് 30 ലക്ഷം, പന്നിമറ്റം കുളമാവ് റോഡ് 45 ലക്ഷം, പന്നിമറ്റം മൂലേക്കാട് റോഡ് 48 ലക്ഷം, ആലക്കോട് കരിമണ്ണൂർ കച്ചിറപ്പാറ പള്ളിത്താഴം റോഡ് 30 ലക്ഷം, വെസ്റ്റ് കോടിക്കുളം കല്ലൂർ വഴി വാഴക്കുളം റോഡ് 30 ലക്ഷം, വണ്ണപ്പുറം തൊമ്മൻകുത്ത് റോഡ് 40 ലക്ഷം, ആർപ്പാമറ്റം കരിമണ്ണൂർ റോഡ് 40 ലക്ഷം, കരിമണ്ണൂർ വെസ്റ്റ് കോടിക്കുളം 30 ലക്ഷം, പൂമാല മേത്തൊട്ടി റോഡ് 70 ലക്ഷം, പാറപ്പുഴ കല്ലൂർ റോഡ് 50 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. തൊടുപുഴ ലയൺസ് ക്ലബ്ബ് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് നഗരത്തിലെ ഓട്ടോറിക്ഷകളിൽ സൗജന്യമായി സാനിറ്റൈസർ ഡിസ്പെൻസറുകൾ ഘടിപ്പിച്ചു നൽകി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് നഗരത്തിലെ 1000 ഓട്ടോറിക്ഷകൾക്ക് സൗജന്യമായി സാനിറ്റൈസർ ഡിസ്പെൻസറുകൾ ഘടിപ്പിച്ചു നൽകി. സാനിറ്റൈസർ മോട്ടോർ വാഹന വകുപ്പ് നൽകിയപ്പോൾ അത് സൗകര്യപ്രദമായ രീതിയിൽ വയ്ക്കുവാനുള്ള സ്റ്റാൻഡ് ലയൺസ് ക്ലബ്ബും സൗജന്യമായി നിർമ്മിച്ചു നൽകുകയായിരുന്നു. തൊടുപുഴ ലയൺസ് ക്ലബ്ബിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടനവധി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും ഉപകാരപ്രദവും ബൃഹത്തുമായ പദ്ധതിയായാണ് ഇതോടെ നടപ്പിലായത്. തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സാനിറ്റൈസർ ഡിസ്പെൻസറുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബും തൊടുപുഴ ആർടിഒയും കൂടി തൊടുപുഴ നഗരത്തിലെത്തുന്ന യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഓട്ടോറിക്ഷയിൽ സാനിറ്റൈസർ ഫിറ്റ് ചെയ്യുന്ന സംവിധാനം വളരെ സാധാരണമാണത്. കാരണം ഈ നഗരത്തിലെത്തുന്ന ആളുകൾ പല മേഖലയിൽ നിന്നും പല സ്ഥലത്തു നിന്നും വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി തൊടുപുഴ ആർടിഒയും ലയൺസ് ക്ലബ്ബും ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് എന്നെ ഉദ്ഘാടകനായിട്ട് വെച്ചത് ഞാൻ ആദ്യമായി ഇതിൻ്റെ ഭാരവാഹികളോട് ഏറ്റവും കടപ്പെട്ടതാണ്. അതുപോലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംരംഭമായി കടന്നു വന്നപ്പോൾ ലയൺസ് ക്ലബ്ബിൽ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ്. ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പെട്ടെന്നാർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല 1000 വണ്ടികളിൽ സാനിറ്റൈസർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സാനിറ്റൈസറൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു അടിസ്ഥാനപരമായി ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപയോഗം കറക്റ്റാണ്. മറ്റേത് നമ്മൾ ഒരു കുപ്പി മേടിച്ചു കൈ കഴുകി കുറച്ച് മാറ്റി വെച്ചു. അത് നല്ല രീതിയിൽ ഇങ്ങനൊരു പ്രോഗ്രാമായി അറിഞ്ഞ ഇതിൻ്റെ ഭാരവാഹികളോട് എന്ന് പറയുന്നു. ഇടുക്കി RTO R രമണൻ, തൊടുപുഴ ജോയിന്റ് RTO PA നസീർ, ലയൺസ് ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിച്ച് ഡിസ്ട്രിക്ട് ട്രഷറർ ഷൈൻ കുമാർ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ K സുദർശൻ, ഡോക്ടർ സാജൻ ജോസഫ് ചാഴികാടൻ, ലയൺസ് ഡിസ്ട്രിക്ട് പ്രോജക്ട് സെക്രട്ടറി രാജൻ നമ്പൂതിരി, റീജിയണൽ ചെയർമാൻ സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി RK ദാസ് സ്വാഗതവും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സക്കീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മോർ ജംഗ്ഷനിലെ അപകടാവസ്ഥയിലുള്ള കൽക്കെട്ട് പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറായി. പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരം ആകാത്തതിനെ തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചതോടെയാണ് നടപടി ഉണ്ടായത്. തൊടുപുഴയിൽ പൊതുമരാമത്ത് വകുപ്പിലും നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുമായി 100ഓളം ഉദ്യോഗസ്ഥരുണ്ട്. ശിപായി മുതൽ മൂത്ത എഞ്ചിനീയർമാർ വരെ ഇതിലുണ്ട്. റോഡ് വിഭാഗമെന്നും ബിൽഡിംഗ് വിഭാഗമെന്നും തരംതിരിച്ച് ഇത്രയും ഉദ്യോഗസ്ഥർ സേവനം ചെയ്യുന്ന തൊടുപുഴയിൽ റോഡ് സംബന്ധിച്ച് ഒരു തകരാർ പരിഹരിക്കണമെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെടണം. അങ്ങനെയെങ്കിൽ ഇത്രയും ഉദ്യോഗസ്ഥരുടെ പണി എന്താണെന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഇത്രയും ഉദ്യോഗസ്ഥർ, അതും ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞതുപോലെ പോളിടെക്നിക്കും ബിടെക്കും ഒക്കെ പഠിച്ച ഇവർ റോഡിലെ അപകടക്കണികൾ കണ്ടാൽ വഴിമാറിപ്പോകുന്നു. PSC പരീക്ഷ പാസ്സായ ബുദ്ധിയുള്ളവരാണ് തങ്ങളെന്നാണ് ഇവർ പലപ്പോഴും പറയുന്നത്. പക്ഷേ ഒരു റോഡിലെ തകരാർ പരിഹരിക്കണമെങ്കിൽ ബുദ്ധിയില്ലാത്ത ജനം ഇവർക്ക് പരാതി നൽകണം. അതും കൊണ്ടും നടപടിയില്ലെങ്കിൽ പത്രവാർത്ത നൽകണം. എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കണം. അപ്പോൾ ഈ എഞ്ചിനീയർമാർക്ക് എന്താണ് പണിയെന്ന് ജനം ചോദിച്ചാൽ തെറ്റു പറയാനാവുമോ? തൊടുപുഴ മോർ ജംഗ്ഷനിൽ ഒരു കൽക്കെട്ട് വാഹനങ്ങൾക്ക് തടസ്സമായി നിൽക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇതേ തുടർന്ന് റോയൽ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് ജനുവരി 9 നടക്കുന്ന അദാലത്തിൽ ഹാജരാകുവാൻ പൊതുമരാമത്ത് അധികൃതർക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ സബ് ജഡ്ജ് ദിനേശ് ചെമ്പിള്ള നോട്ടീസ് നൽകി. ഇതിനിടെ ജനുവരി 7 പൊതുമരാമത്ത് അധികൃതർ കൽക്കെട്ട് പൊളിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കി.
അപ്പോൾ ജോലി ചെയ്യാൻ ഇവർക്ക് അറിയാമെന്നാണ് ജനം പറയുന്നത്. എന്തായാലും ഇതിന് നടപടി സ്വീകരിച്ച ലീഗൽ സർവീസ് അതോറിറ്റിയെയും ചെയർമാൻ സബ് ജഡ്ജ് ദിനേശ് എം പിള്ളയെയും റോയൽ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ അഭിനന്ദിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യമല അരയ മഹാസഭ പട്ടയ അവകാശ പട്ടിണി സമരം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 100 കേന്ദ്രങ്ങളിൽ പട്ടിണി സമരം നടത്തും. ഈ 4 ജില്ലകളിലെ 100ഓളം കേന്ദ്രങ്ങളിൽ പട്ടിണി സമരം ഇരിക്കുവാൻ തുടങ്ങുകയാണ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ പൂച്ചപ്പുറയിൽ ഇന്ന് പട്ടിണി സമരം നടന്നുകൊണ്ടിരിക്കുക. നാളെ പൂമാല, നാളത്തെ കഴിഞ്ഞ് കരിപ്പള്ളിങ്ങാട്, 10-ാം തീയതി നാടുകാണി, 12-ാം തീയതി പത്തിപ്പള്ളി. അവിടെയൊന്നും പട്ടയ നടപടിയുടെ ഒരു അപേക്ഷ പോലും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കരിമണ്ണൂർ LA ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉടുമ്പന്നൂർ വില്ലേജിൽ പട്ടയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ വില്യാമറ്റം വില്ലേജിൽ 3600ഓളം അപേക്ഷകൾ സ്വീകരിച്ചുവെങ്കിലും മറ്റ് നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. അറക്കുളം വില്ലേജിൽ ഒരു അപേക്ഷ പോലും സ്വീകരിച്ചിട്ടില്ല നാളുവരെ. ഇതുകൂടാതെ നമ്മുടെ പീരുമേട്, ഈ ജില്ലയിൽ തന്നെ പീരുമേടിൽ താലൂക്കിലെ സ്പെഷ്യൽ ഓഫീസർ പട്ടയം കൊടുക്കുന്നതിൽ സ്പെഷ്യൽ ഓഫീസ് ഉണ്ടായിട്ടും അവിടെ മ്ലാപ്പാറ, കൊക്കയാറ് വില്ലേജുകളിൽ ഇന്ന് നടപടി ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെതിരെയാണ് ഐക്യമല മഹാസഭ 100ഓളം കേന്ദ്രങ്ങളിൽ പട്ടിണി സമരം ആരംഭിക്കുന്നത്. കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക, സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥർ ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യ മലയരയ മഹാസഭ പട്ടയ അവകാശ പട്ടിണി സമരം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 100 കേന്ദ്രങ്ങളിൽ പട്ടിണി സമരം നടത്തും. 2020 ജൂൺ മാസത്തിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ കൈവശ ഭൂമിക്ക് 1964 ഭൂമി പതിവ് ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്വകാര്യ വ്യക്തികൾക്കും പട്ടയം അനുവദിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് ഇടുക്കി ജില്ലയിൽ ഉടുമ്പന്നൂർ വില്ലേജിൽ 300-ലേറെ പേർക്ക് പട്ടയം വിതരണം ചെയ്തിരുന്നു. വെള്ളിയാമറ്റം വില്ലേജിലെ 3600 പേരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അറക്കുളം വില്ലേജിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചിട്ടില്ല. പീരുമേട് താലൂക്കിൽ സ്പെഷ്യൽ ഓഫീസ് ഉണ്ടായിരുന്നിട്ടും ഉത്തരവ് ബാധകമായ കൊക്കയാർ, മാപ്ലാറ വില്ലേജുകളിൽ നിന്നും ആരുടെയും അപേക്ഷകൾ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിലെ പൂച്ചപ്പുറ, പൂമാല, കരിപ്പലങ്ങാട്, നാടുകാണി, പതിപ്പള്ളി, കുറ്റിപ്പളങ്ങാട്, മൂഴിക്കൽ, മൂലമറ്റം, തൊടുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടപടികൾ ആരംഭിക്കണമെന്നും കരിമണ്ണൂർ LA തഹസിൽദാറിന് കീഴിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തുന്ന പട്ടയ അവകാശ പട്ടിണി സമരത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സഭാ പ്രസിഡന്റ് CR ദിലീപ് കുമാർ, വനിതാ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കരീഷ്മ അജേഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ EK ദിവാകരൻ, ഗോപൻ നെല്ലിപ്പുള്ളിൽ, CR രാജീവ്, ഉഷ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. വോട്ടർമാരോട് ക്ഷമാപണം നടത്തി തൊടുപുഴ നഗരസഭയിലെ 9-ാം വാർഡ് UDF പ്രവർത്തകർ ലഘുലേഖയുമായി ഭവന സന്ദർശനം നടത്തി. കൗൺസിലർ ജെസ്സി ജോണിയുടെ കൂറുമാറ്റത്തിനെതിരെയാണ് ഇവർ പ്രചരണം നടത്തിയത്. വോട്ടർമാരോട് ക്ഷമാപണം നടത്തി തൊടുപുഴ നഗരസഭയിലെ 9-ാം വാർഡ് UDF പ്രവർത്തകർ ലഘുലേഖയുമായി ഭവന സന്ദർശനം നടത്തി. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 9-ാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജെസ്സി ജോണി മത്സരിക്കുകയും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥിയും 9-ാം വാർഡിൽ വോട്ട് അഭ്യർത്ഥിക്കുകയും തെരഞ്ഞെടുപ്പിൽ വാർഡിലെ വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയം സമ്മാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ വിജയിച്ച കൗൺസിലറായ ജെസ്സി ജോണി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്ന് വാർഡിലെ വോട്ടർമാരെ വഞ്ചിച്ചിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കൾ തരാമെന്ന് പറഞ്ഞിട്ടും സ്വന്തം നേട്ടത്തിനു വേണ്ടി മുന്നണിയെയും വോട്ടർമാരെയും വഞ്ചിച്ച ജെസ്സി ജോണിയുടെ നടപടിക്കെതിരെയാണ് 9-ാം വാർഡിലെ UDF പ്രവർത്തകർ ക്ഷമാപണവുമായി ഭവന സന്ദർശനം നടത്തിയത്. ക്ഷമാപൂർവ്വം വോട്ടർമാരോട് ഇന്ന് തുടങ്ങുന്ന നോട്ടീസുമായാണ് UDF പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തിയത്. തൊടുപുഴ നഗരസഭയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വിപ്ലവകരമായ വികസന തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുൻപിലേക്ക് കടന്നുവന്ന ഞങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയും ഞങ്ങൾക്കുണ്ടെന്നും അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയ വഞ്ചന കാണിച്ച വഞ്ചകയെ രാഷ്ട്രീയപരമായും നിയമപരമായും UDF നേരിടുമെന്നും തന്റെ വിജയത്തിനായി തൊടുപുഴയുടെ വികസന നായകൻ PJ ജോസഫ് MLAയുടെ സഹായം തേടുകയും വിജയത്തിന് ശേഷം കൗൺസിലറുടെ ഭർത്താവ് സമൂഹ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും MLAയെ അപവാദങ്ങളും മോശം പരാമർശങ്ങളും വെല്ലുവിളികളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നു. സമാധാനവും സൗഹൃദാന്തരീക്ഷവും നിലനിൽക്കുന്ന വാർഡിലെ ജനങ്ങളെ ഒറ്റുകൊടുത്ത ഒറ്റുകാരിയെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അധികാരത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കുമായുള്ള കൂറുമാറ്റം നമ്മുടെ വാർഡിലെ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണെന്നും നോട്ടീസിൽ പറയുന്നു.
ഈ വെല്ലുവിളിക്കെതിരെ ഒറ്റുകാരിക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ഉയരണം. നാളുകളിൽ കൗൺസിലർ വാർഡ് സന്ദർശിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിഷേധം നേരിട്ട് അറിയിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്യണമെന്നും നോട്ടീസിൽ പറയുന്നു. വാർഡിലെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി നോട്ടീസ് വിതരണം നടത്തിയെന്നും കൗൺസിലറുടെ നടപടിക്കെതിരെ വാർഡിലെ മുഴുവൻ ജനങ്ങളും മോശം ഭാഷയിലൂടെയാണ് പ്രതികരിച്ചതെന്നും UDF നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റി 9 വാർഡിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച JC ജോണിയെ UDFിൻ്റെ ഘടകകക്ഷികളായ ഞങ്ങൾ വീട് കയറി വോട്ടഭ്യർത്ഥിച്ച് അവരെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ കൂറുമാറിയിട്ടുള്ളത് വളരെ മോശമായ പ്രവൃത്തിയാണ്. അവർ രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതാണ്. ഞങ്ങൾ ഈ 9 വാർഡിൽ എല്ലാ വീട്ടിലും ക്ഷമാഭ്യർത്ഥന നോട്ടീസ് എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി അവർ ചെയ്ത കൂറുമാറ്റത്തിന് വോട്ടർമാരോട് ഞങ്ങൾ ക്ഷമ ചോദിച്ച് ക്ഷമാഭ്യർത്ഥന നോട്ടീസ് എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഭവന സന്ദർശനത്തിന് UDF നേതാക്കളായ മത്തായി കോനാട്ട്, KS ഹസൻകുട്ടി, PH സുധീർ, MB സലീം, PS മൈദീൻ, PK അനസ്, PE നൌഷാദ്, PE ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ചെയ്തു വളരെ മോശമായി. ചെയ്തു വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ UDFിൻ്റെ സീറ്റിൽ നിന്ന് മത്സരിച്ച് പിന്നെ ഇടതുപക്ഷത്തിലേക്ക് പെട്ടെന്ന് അവരുടെ സ്വാർത്ഥ താല്പര്യം കാരണമല്ല. ഞാൻ ബന്ധപ്പെട്ട ആൾക്കാരോട്ട് ആലോചിച്ച് വേണമായിരുന്നു ചോദിച്ചത്. മുന്നണി സ്ഥാനാർത്ഥിയായ JC ജോണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് നിന്ന് എൻ്റെ മോളെ 1.5 വയസ്സായ കുഞ്ഞിനെ കൊറോണ കാലത്ത് ഇവിടെ വരുത്തുകയും ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്യിക്കുകയും ചെയ്തു. പിന്നെ കൗൺസിലറായ JC ജോണി തന്നെ ജയിച്ചതല്ല, ഞങ്ങളെല്ലാവരും കൂടെ വിജയിപ്പിച്ചത്. അവർക്ക് സ്വയമായിട്ടുള്ള നേട്ടമൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഞാനും വോട്ട് പിടിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. അതുകൊണ്ട് അവർ ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കരിമണ്ണൂരിൽ വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മന്ത്രി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി N സദാനന്ദൻ, KJ തോമസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജോൺസൺ, വിവിധ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി ലൈഫ് പദ്ധതി പറഞ്ഞു. ഉമ്മൻചാണ്ടി 30,000 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പാതി അകത്തും പാതി പുറത്തു വരുന്നു. നമ്മൾ വരുമ്പം ഉണ്ടായിരുന്ന വേലയുടെ പൊളിച്ച് തറയും കെട്ടി പ്ലാസ്റ്റിക് കെട്ടി അതിൻ്റെ കീഴെയായിരുന്നു ഒരു വലിയ വിഭാഗം ആളുകൾ. അവർക്ക് ആദ്യം കൊടുത്തു ഞങ്ങൾ. ഉമ്മൻചാണ്ടിയാനെ കൊടുക്കില്ല, കോൺഗ്രസ്സാനെ കൊടുക്കുമോ? ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ UDFുകാരെ പോലെ കോൺഗ്രസ്സുകാരെ പോലെ ആരാ ഉള്ളത്? ഒരിക്കലും നീതി പുലർത്തുന്ന ആളുകളെല്ലാവരും. അതാണ് അവരുടെ സ്വഭാവം, വർഗ സ്വഭാവം. അതാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ കൃത്യതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് 2,40,000 വീട് നിർമ്മാണം പൂർത്തിയായി, ബാക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ വീടിന് ഇല്ലാത്തവർക്ക് 5 ലക്ഷം വീടിൻ്റെ സ്കീം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. വീടില്ലാത്തവർ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല, വാസയോഗ്യമായ വീട് വേണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാഴ്ചപ്പാടെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ 59 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. ഉമ്മൻചാണ്ടി എത്ര പേർക്ക് കൊടുത്തു? 30 ലക്ഷം പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നാ കൊടുത്തേ? അവസാനം കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 600 ആക്കി. അതുവരെ 500 ഉണ്ടാക്കിയത്. 500 കൊടുത്തില്ല, കുടിശ്ശിക വരുത്തി. 500 ആക്കിയത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. ഉടുമ്പന്നൂരിൽ വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മന്ത്രി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി N സദാനന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ്, വിവിധ നേതാക്കളും പ്രസംഗിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ലീഗിനൊരു ഒരു ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ സപ്തകക്ഷി ഗവൺമെന്റ് 67 മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസ്സുകാർ, കരുണാകരൻ അടക്കമുള്ളവര് എല്ലാം പറഞ്ഞത് എന്താണെന്നറിയാമോ? EMS കേരളത്തിനകത്ത് പാകിസ്ഥാൻ സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞ് വിമർശിച്ച് ആ ലീഗുകാരെ ഇപ്പം കോൺഗ്രസിന്റെ ആഗ്രഹം താങ്ങിക്കൊണ്ട് നടക്കുക, ഒരു ഉളുപ്പുമില്ല. അത് തന്നെ. അതുകൊണ്ട് രാമകൃഷ്ണൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട വർഗീയതയ്ക്കെതിരെ പോരാടാൻ. ഇവിടെ മാറി മാറി കൂട്ട എത്രയെല്ലാം ഐക്യമുന്നണി ഉണ്ടാക്കി. ഇപ്പൊ RSSുമായി ഐക്യമുന്നണിയാണ്. വോട്ട് വാങ്ങിട്ടോ കൊടുത്തു. 3000 വാർഡുകളിൽ RSSുകാർ BJPക്കാർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല.
അവിടൊക്കെ കൂട്ടുകച്ചവടം നടത്തിയിട്ടുണ്ട്. ആ കൂട്ടുകച്ചവടം നടത്തിയില്ല വട്ടപൂജ്യമായതിനും കോൺഗ്രസ്, BJP അല്ല UDF. അതല്ലേ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് പോകുന്ന എങ്ങോട്ടാ? BJPയിലേക്ക് പോവുക. കാരണം എന്നാ? അതൊക്കെ എന്തുവാകാം, അതിനൊരു ദേശീയ അടിത്തറയുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ? മഹാരാഷ്ട്രയിലുള്ള ഗവൺമെന്റ് ഉണ്ട്, ബാക്കിയെല്ലാം പോയി. തൊടുപുഴയിലെ കോവിഡ് വോളണ്ടിയേഴ്സ് പാലായിൽ സേവനം നടത്തി പ്രശംസ പിടിച്ചുപറ്റി. മാനസിക രോഗികളുടെ സംരക്ഷണ കേന്ദ്രമായ പാലാ മരിയൻ സദൻ കേന്ദ്രത്തിലാണ് തൊടുപുഴയിലെ വോളണ്ടിയേഴ്സ് ശ്രദ്ധേയമായ സേവനം നടത്തിയത്. തൊടുപുഴയിലെ കോവിഡ് വോളണ്ടിയേഴ്സ് പാലായിൽ സേവനം നടത്തി പ്രശംസ പിടിച്ചുപറ്റി. മാനസിക രോഗികളുടെ സംരക്ഷണ കേന്ദ്രമായ പാലാ മരിയൻ സദൻ കേന്ദ്രത്തിലെ 416 പേരിൽ 370 പേർക്കും കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിലാണ് COVID-19 വോളണ്ടിയേഴ്സ് തൊടുപുഴയുടെ സഹായം ലഭ്യമാക്കിയത്. വോളണ്ടിയർ കൺവീനർ PK രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ 35ഓളം പ്രവർത്തകരാണ് രാത്രിയും പകലും ജോലി ചെയ്യുന്നത്. PPE കിറ്റ് ധരിച്ച് ഇവർ മരുന്ന് വിതരണവും ഭക്ഷണ വിതരണവും ക്ലീനിങ്ങും അണുനശീകരണവും ഉൾപ്പെടെയുള്ള ജോലികൾ കഴിഞ്ഞ 15 ദിവസങ്ങളിലായി നടത്തിവരുന്നു. അതോടൊപ്പം പാലാ ജനറൽ ആശുപത്രി മെഡിക്കൽ സംഘം ദിവസവും കേന്ദ്രത്തിലെത്തി പരിശോധിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയാണ്. താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമുള്ള 12ഓളം അന്തേവാസികൾ ഒഴികെ മരിയൻ സദൻ പൂർണ്ണമായും കോവിഡ് മുക്തമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ COVID-19 വോളണ്ടിയേഴ്സ് തൊടുപുഴ തിരികെ പോകുന്ന യാത്രയയപ്പിൽ മുണ്ടാങ്കൽ പള്ളി വികാരി ഫാദർ മാത്യു KK അരഞ്ഞാനി, മുനിസിപ്പൽ ഹെൽത്ത് സൂപ്രണ്ട്, വാർഡ് കൗൺസിലർ, മരിയൻ സദൻ ഡയറക്ടർ സന്തോഷ്, ജെയിംസ് വടക്കൻ, പ്രൊഫസർ സുനിൽ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശബരി പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയ സംസ്ഥാന സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരി പദ്ധതിക്ക് വീണ്ടും പച്ചക്കൊടി കാണിച്ച സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള എല്ലാ ആളുകളുടെയും ഒരു കാത്തിരിപ്പാണ് ശബരി പദ്ധതി. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. വികസനം ഒരു തുടർ പ്രക്രിയയാണ്. പലപ്പോഴും സർക്കാരുകൾ ആ ഒരു നിലയിൽ അവധാനതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കാത്തത് മൂലമാണ് ഈ വികസന പദ്ധതികൾ മുടങ്ങിപ്പോയത്. 2015 ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്ന് കേന്ദ്ര നയമനുസരിച്ച് പകുതി പദ്ധതി വിഹിതം സംസ്ഥാന ഗവൺമെൻറ് മുടക്കാം എന്ന് തീരുമാനിക്കുകയും വളരെ വർഷങ്ങൾക്ക് ശേഷം അന്ന് ഈ പദ്ധതിക്ക് ജീവൻ വെക്കുകയും ചെയ്തതാണ്. പക്ഷേ തുടർന്ന് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ ആ തീരുമാനം റദ്ദാക്കുകയും കഴിഞ്ഞ 4.25 വർഷക്കാലമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പണം വകയിരുത്താൻ സാധ്യമല്ല എന്നുള്ള നിലയിൽ ഉള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ പേരിലാണ് നമുക്ക് ഈ പദ്ധതി ഇപ്പോൾ വൈകാൻ കാരണമായത്. അല്ലാത്ത പക്ഷം UDF ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഈ ഗവൺമെൻറ് പിന്തുടരുന്നിരുന്നുവെങ്കിൽ ഈ പദ്ധതി ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ഇതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും പൂർത്തീകരിക്കാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞേനെ എന്നുള്ള നിലയിലാണ് എൻ്റെ ബോധ്യം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് സ്വാഗതാർഹമാണ്. ഏതായാലും സമ്മർദ്ദവുമായി ഈ പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് വളരെ വർഷങ്ങളായി ആക്ഷൻ കൗൺസിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് നേതാക്കന്മാർ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. ബഹുമാന്യരായ മുൻ MLA മാർ ഉൾപ്പെടെ അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. ഈ പ്രദേശത്തെ MLA മാർ ഒറ്റക്കെട്ടായി നിന്നു. MP മാർ ഒറ്റക്കെട്ടായി നിന്നു. പാർലമെൻറ്റിലടക്കം ഈ വിഷയം നിരവധി പ്രാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും അവസാനം ഇങ്ങനെ ഈ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തത് ആശ്വാസകരമാണ്. ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഈ പദ്ധതി മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഞാനും ഉണ്ടായിരിക്കും എന്നുകൂടി ഈ അവസരം സൂചിപ്പിക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തിത്തുടങ്ങിയെങ്കിലും ഈറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഉപജീവനം കഴിക്കുന്നവരുടെ ദുരിതമൊഴിയുന്നില്ല. പ്രധാന അസംസ്കൃത വസ്തുവായ ഈറ്റയുടെ ലഭ്യത കുറവാണ് മച്ചിപ്ലാവിലെ 34ഓളം കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകൾ സജീവമായതോടെ അനുബന്ധ തൊഴിൽ വ്യാപാര മേഖലകൾ പ്രതീക്ഷയിലാണ്. എന്നാൽ മച്ചിപ്ലാവിൽ ഈറ്റ ഉപയോഗിച്ച് മുറം, കൊട്ട, കരകൗശല വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്ന കുടുംബങ്ങൾ ഇന്നും പ്രതിസന്ധിയിലാണ്. പ്രധാന അസംസ്കൃത വസ്തുവായ ഈറ്റ ലഭ്യമല്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ ഈറ്റ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നെയ്ത് വിൽപ്പന നടത്തി ഉപജീവനം നടത്തിവരുന്ന നിർദ്ധണ്ടായ 34ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. ആദിവാസികളുടെ അടുത്താണ് ഞങ്ങൾ ഈറ്റ മേടിക്കുക.
അപ്പോൾ ആദിവാസിക്കാർ ഇപ്പോൾ വരാറില്ല, ഈറ്റയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ കച്ചവടത്തിൻ്റെ സമയം, കൊറോണ തീർന്നിട്ട് ടൂറിസ്റ്റുകാരൊക്കെ വന്നുണ്ട്. അപ്പോൾ കച്ചവടത്തിൻ്റെ സമയം ഈറ്റല്ലാത്ത പോവുക. അപ്പോൾ വലിയ കഷ്ടമായിട്ട് പണിതെടുക്കാൻ ഈറ്റ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ കിട്ടുന്ന ആളുടെ അടുത്ത് 1 ഘട്ടം 2 ഘട്ടം മേടിച്ച് ഏതെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ചാറ്റുപാറ, മച്ചിപ്ലാവ് മേഖലകളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പെത്തിയ തമിഴ് വംശജരായ കുടുംബങ്ങളാണ് ആവശ്യക്കാരുടെ താൽപര്യമനുസരിച്ച് ഗൃഹോപകരണ സാമഗ്രികൾ നിർമ്മിച്ചു നൽകി ഉപജീവനത്തിന് വഴി കണ്ടെത്തിയിരുന്നത്. സമീപത്തുള്ള വനമേഖലകളിൽ നിന്നും ആദിവാസികളാണ് ഇവർക്ക് ഈറ്റ എത്തിച്ച് നൽകിയിരുന്നത്. 10 മുതൽ 12 വരെ ഈറ്റ ഉൾപ്പെടുന്ന ഒരു കെട്ട് 250 രൂപ മുതൽ 300 രൂപ വരെ വിലക്കാണ് നൽകുന്നത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ഈറ്റവെട്ട് മുടങ്ങിയത് ഇതുവരെ പുനരാരംഭിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കൂടാതെ തൊഴിലിന് ആവശ്യമായ ഈറ്റ ലഭിക്കാത്തത് മൂലം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ഈറ്റ നെയ്ത്ത് തൊഴിലാളികളും തൊഴിലില്ലാതെ പ്രതിസന്ധിയിലായി. ഇപ്പോൾ പേരിന് മാത്രമാണ് പലരും ഈ രംഗത്ത് തുടരുന്നത്. പനമ്പ്, മുറം, കുട്ട, വട്ടി തുടങ്ങി ഈറ്റ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപജീവനമാർഗം കണ്ടെത്തിയവരിൽ പലരും ഇപ്പോൾ ഈ മേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു. എയ്റോ ഡൈനാമിക് ബലൂണിൽ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്ക്. ആനച്ചാൽ പനോരമിക് ഹെലിപ്പാഡിലാണ് സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന എയ്റോ ഡൈനാമിക് ബലൂൺ പറത്തുന്നത്. പച്ചവിരിച്ച മലനിരകളും മൊട്ടക്കുന്നുകളും നിറഞ്ഞ ഹൈറേഞ്ചിന്റെ ഗ്രാമീണ ഭംഗി ആകാശക്കാഴ്ചയിൽ ഒരു ആസ്വാദന ലഹരി തന്നെയാണ്. അത് ആസ്വദിക്കണമെങ്കിൽ ആനച്ചാലിലെ പനോരമിക് ഹെലിപ്പാഡിലെത്തണം. എയ്റോഡൈനാമിക് ബലൂണിൽ പറന്ന് കാഴ്ചകൾ കാണാം. മൂന്നാർ മലനിരകളും അടിമാലിയും ഉൾഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും അടക്കം ഇതിനു മുകളിൽ നിന്ന് കാണാൻ കഴിയും. മഞ്ഞു പുതയ്ക്കുന്ന മലനിരകളുടെ ആകാശക്കാഴ്ച തന്നെയാണ് ഏറ്റവും ആകർഷണം. കാലാവസ്ഥ അനുകൂലമാകുന്നത് നോക്കി രാവിലെയും വൈകിട്ടുമാണ് ബലൂൺ പറത്തുക. കൂടുതലും ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് രാവിലെയും വൈകുന്നേരമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ഇതിനകത്തുള്ളത്. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ന്യൂനതയാണ് നമുക്ക് ഇതിനകത്തുള്ളൂ. അപ്പം മോർണിംഗും ഈവനിങ്ങുമാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പം കൂടുതലും നോർത്തിൽ നിന്നുള്ള ആളുകൾ, പിന്നെ മലയാളികൾ എത്താറുണ്ട്. അങ്ങനെ എല്ലാവരും വരുന്നവരെല്ലാം തന്നെ ഹാപ്പി ആയിട്ട് പോകും. നോർത്ത് ഇന്ത്യൻ സഞ്ചാരികളാണ് ഏറ്റവും കൂടുതൽ ആകാശക്കാഴ്ച ആസ്വദിക്കാൻ ഇവിടേക്ക് എത്തുന്നത്. ഹൈറേഞ്ചുകാർക്ക് കൗതുകമായി മാറിയ ബലൂണിൽ പറക്കാൻ നാട്ടുകാരും നിരവധിയാണ് ഇവിടേക്ക് എത്തുന്നത്. തൊടുപുഴയിൽ തേനീച്ച വളർത്തൽ പരിശീലനം നൽകും. ജനുവരി 12 മുതൽ 14 വരെയാണ് പരിശീലനം. ഹോർട്ടികോപ്പിലെ വിദഗ്ധർ പരിശീലനത്തിന് നേതൃത്വം നൽകും. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 30 കർഷകർക്കും വനിതകൾക്കും പങ്കെടുക്കാം. ആദ്യം പേര് നൽകുന്ന 30 ആളുകൾക്കാണ് പ്രവേശനം. സർട്ടിഫിക്കറ്റിന് പുറമെ തേനീച്ച കോളനികൾ, അനുബന്ധ ഉപകരണങ്ങളും സബ്സിഡി നിരക്കിൽ നൽകും. ഫോൺ 9447910989. നിർമ്മൽ ഗ്രാമപദവി നേടിയ മേലുകാവ് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ താക്കീതുമായി മേലുകാവ് ശുചിത്വ സ്ക്വാഡ് രംഗത്ത്. നാടിന്റെ ശുചിത്വം ഉറപ്പുവരുത്താൻ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ചു. നിർമ്മൽ ഗ്രാമ പദവി നേടിയ മേലുകാവ് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ താക്കീതുമായി മേലുകാവ് ശുചിത്വ സ്ക്വാഡ് രംഗത്ത് വന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഇരുളിന്റെ മറവിൽ ഈ മേഖലയിൽ മാർക്കറ്റ്, അറവശാല വേസ്റ്റ് അടക്കമുള്ള നിരവധി മാലിന്യങ്ങൾ സ്ഥിരമായി നിക്ഷേപിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാടിനെ മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി നാട്ടുകാർ സംഘടിക്കുന്നത്. മഴ പെയ്യുന്നതോടെ റോഡ് സൈഡിലടക്കം അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കാഞ്ഞിരംകവല, തോണിക്കല്ല് എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ തോട്ടിൽ ഒഴുകിയെത്തി മുട്ട
ആറിൽ കലരുന്നു. സമീപത്തുള്ള കിണറിലും ഇവ എത്തുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. പോലീസ്, ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കൂടാതെ കടകളിലെ വീഡിയോ ഫുട്ടേജും സ്ക്വാഡ് പരിശോധിക്കും. ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സമ്പൂർണ്ണ ഹരിതഗ്രാമമായ മേലുകാവ് ഗ്രാമപഞ്ചായത്തിനെ മലിനമാക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സ്ക്വാഡിനൊപ്പം സ്ഥലം സന്ദർശിച്ച മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TJ ബെഞ്ചമിൻ തടത്തിപ്ലാക്കൽ പറഞ്ഞു. എടമറക് മുതൽ കോണിപ്പാട് മുതൽ അതുപോലെ തോണിക്കല്ല് പോലുള്ള പ്രദേശങ്ങളിൽ നോക്കിയാൽ ആർക്കും കാണാവുന്ന ഒരു സിറ്റുവേഷനാണ്. ചാക്കുകെട്ടുകൾ വലിച്ചെറിഞ്ഞ് എപ്പോൾ മീനിൻ്റെ വേസ്റ്റ് വീട്ട് ദുർഗന്ധം വമിക്കുന്ന ഈ സംഭവം മറ്റുള്ളവർക്കാണെങ്കിൽ തന്നെ അടുത്ത് താമസിക്കുന്നവർക്ക് പോലും വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. മേലുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത്, തീർച്ചയായിട്ടും മേലുകാവ് പഞ്ചായത്തിനെ ഒരു ഒരു പഞ്ചായത്തായി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇങ്ങനെ സാമൂഹ്യ ദ്രോഹികൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ വേസ്റ്റ് തള്ളുന്നത് നിശ്ചയമായിട്ടും പോലീസിൻ്റെ ഒരു സഹകരണത്തോടു കൂടി ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ക്വാഡ് വരെ രൂപീകരിച്ചിട്ട് പിടിച്ച് ഈ തള്ളുന്നവനെ പിടിച്ചെടുക്കാൻ തക്കതായ ശിക്ഷ ഞങ്ങൾ തന്നെ ഒരുപക്ഷെ കൊടുത്തിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ പൂർണ്ണ അവനെ പിടിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്വം അവനിൽ ഏൽപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ നാട്ടുകാരെന്ന നിലയ്ക്ക്, പഞ്ചായത്ത് എന്ന നിലയ്ക്ക്, ഈ വാർഡിൻ്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക്, മേലുകാവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നടപടി എടുത്തിരിക്കുമെന്നുള്ള റെജിമോൻ TK താളനാൽ, സാബു വീഡിയോ വയലിൽ, സോളമൻ പാറശ്ശേരിയിൽ, അജി അരിപ്പാറിൽ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. നാടിന്റെ ശുചിത്വം ഉറപ്പുവരുത്താൻ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ചു. കേരള ലോട്ടറി ഏജൻസീസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ലോട്ടറി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ധർണ ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാന ലോട്ടറി മാഫിയ വീണ്ടും കേരളത്തിലേക്ക് കടന്നുവരാൻ ശ്രമിക്കുന്നത് എന്ത് വില കൊടുത്തും തടയുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ലോട്ടറി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കേരള ലോട്ടറിയുടെ വില 20 രൂപയെ നിജപ്പെടുത്തുക, കാരുണ്യ ബെനിഫിറ്റ് പദ്ധതി പുനർജീവിച്ച് കേരള ലോട്ടറിക്ക് ജനകീയ മുഖം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. അന്യ സംസ്ഥാന ലോട്ടറി കേരളത്തിൽ വിൽപ്പന നടത്തുന്നത് തടയണം എന്നാണ് നമ്മൾ INTUC യൂണിയൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കാരുണ്യ പദ്ധതിയുടെ പേരിൽ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഒരിക്കലും ലോട്ടറി എടുക്കാത്ത ആളുകൾ, അത് വൈദിക ശ്രേഷ്ഠന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, കന്യാസ്ത്രീകൾ വരെ വന്ന് ലോട്ടറി എടുക്കുന്നു. അവർ ലോട്ടറിയിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. കാരുണ്യ പദ്ധതിക്ക് പാവപ്പെട്ട നിരവധിയായ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാരുണ്യ പദ്ധതിയുടെ പേരിൽ പ്രയോജനം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇവിടെ ലോട്ടറി ഏജൻസ് ഓഫീസിൽ ചെന്ന് ഒരു അപേക്ഷ കൊടുത്താൽ കാരുണ്യ ലോട്ടറിയുടെ ഈ പ്രകാരം തുക അനുവദിച്ചു കിട്ടിയ നിരവധി ആളുകളുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോമൻ തെക്കുംഭാഗം അധ്യക്ഷത വഹിച്ചു. ടോമി തോമസ്, പ്രഭാകരൻ മുതലക്കോടം, കുട്ടപ്പൻ അറക്കുളം, ആനീസ്, ജയമോൾ, TP ജോയ് എന്നിവർ പ്രസംഗിച്ചു. ആരാധനാ സഭാംഗമായ സിസ്റ്റർ ട്രീസ ചേലപ്പുറത്ത് നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം മാറിയ മഠം സെമിത്തേരിയിൽ നടത്തി. വണ്ടമറ്റം ചേലപ്പുറത്ത് കുടുംബാംഗമാണ്.
50 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന വായ്പ അനുവദിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇത് പ്രകാരം 50,000 രൂപ ബാങ്ക് വായ്പയായി അനുവദിക്കുന്നുണ്ട്. ഈ തുകയുടെ 25% സർക്കാർ സബ്സിഡിയായി നൽകുന്നതാണ്. ഇതിനുള്ള അപേക്ഷാ ഫോമുകൾ സംസ്ഥാനത്തെ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലും വിതരണം ചെയ്തിട്ടുണ്ട്. കേരള സർക്കാർ സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞിട്ടും സ്ഥിരമായി ജോലി കിട്ടാത്ത ആളുകൾക്കായിട്ട് ഒരു പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കീമിൻ്റെ പേര് നവജീവൻ എന്നാണ് സ്കീമിൻ്റെ പേര്. ഇതൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ആയിട്ടാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇതുപ്രകാരം 50,000 രൂപ ബാങ്ക് വായ്പയായി അനുവദിക്കുന്നുണ്ട്. ഈ തുകയുടെ 25% സർക്കാർ സബ്സിഡിയായി നൽകുന്നതാണ്. അതായത് മാക്സിമം 12,500 രൂപ ഈ സബ്സിഡിയായി അനുവദിക്കുന്നുണ്ട്. ഇതിനുള്ള അപേക്ഷാ ഫോമുകൾ സംസ്ഥാനത്തെ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രായപരിധി 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ആണ്. നിലവിൽ 50-നും 65-നും ഇടയിൽ പ്രായമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിലവിൽ രജിസ്ട്രേഷൻ നിലവിലുള്ളവർക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ വരുമാന പരിധി 1,00,000 രൂപയാണ്. 1,00,000 രൂപയിൽ താഴെ വരുമാനം ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയുന്ന എല്ലാവർക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഈ വായ്പ അനുവദിക്കുന്നതാണ്. നിലവിൽ മാർച്ച് 31 വരെ ഇതിനായി സർക്കാർ 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 12,500 രൂപ സബ്സിഡിക്ക് ശേഷമുള്ള ബാക്കി തുക ബാങ്കിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പലിശയോടുകൂടി ഗുണഭോക്താക്കൾ അടച്ചു തീർക്കേണ്ടതാണ്. ഇനി അല്പം പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചയിലേക്ക്. മുട്ടം ഇടപ്പള്ളി കണ്ണാടിപ്പാറയിലെ മനോഹരമായ മഞ്ഞുവീഴ്ചയാണ് ഇന്നത്തെ മനോഹരമായ കാഴ്ച. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷിക മേളയോടനുബന്ധിച്ച് കാലി പ്രദർശനവും മത്സരവും നടത്തി. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ പി ജെ ജോസഫ് MLAയും ബ്രാഹ്മിൻസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീനാഥും സമ്മാന വിതരണം നിർവഹിച്ചു. തൊടുപുഴ ലയൺസ് ക്ലബ് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് നഗരത്തിലെ ഓട്ടോറിക്ഷകളിൽ സൗജന്യമായി സാനിറ്റൈസർ ഡിസ്പെൻസറുകൾ ഘടിപ്പിച്ചു നൽകി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യമലയാറിയ മഹാസഭ പട്ടയാവകാശ പട്ടിണി സമരം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടർമാരോട് ക്ഷമാപണം നടത്തി തൊടുപുഴ നഗരസഭയിലെ 9-ാം വാർഡ് UDF പ്രവർത്തകർ ലഘുലേഖയുമായി ഭവന സന്ദർശനം നടത്തി. കൗൺസിലർ ജെസി ജോണിയുടെ കൂറുമാറ്റത്തിനെതിരെയാണ് ഇവർ പ്രചാരണം നടത്തിയത്. കരുവണ്ണൂരിലും ഉടുമ്പന്നൂരിലും വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മന്ത്രി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Pulimutil Silks. It's time to change. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്.
100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. ഇത് പാക്ക് ചെയ്തോളൂ. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 100% ലീക്കിംഗ് പ്രൂഫ് ഉള്ളതും വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും ഉറച്ച മനസ്സോടെ ഉറപ്പിക്കാവുന്നതുമാണ് ക്വാളിറ്റി സെപ്റ്റി ടാങ്ക് ആൻഡ് കോൺക്രീറ്റ് പൈപ്പ്. ക്വാളിറ്റിയിൽ എന്നും മുന്നിൽ തന്നെ. ക്വാളിറ്റി സെപ്റ്റി ടാങ്ക്.